വെൽക്കം ടു പെൻഡാഡ്. ഞാൻ സഞ്ജു, എൻ്റെ കൂടെയുള്ളത് അഭിശങ്കർ. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്ന് വെച്ചാൽ, ഒരു ഹോം ലോൺ എടുക്കണ മുൻപ് നമ്മൾ എത്ര എമർജൻസി ഫണ്ട് എടുത്തു വെക്കണം? ആദ്യം നിങ്ങളൊരു എമർജൻസി ഫണ്ട് വെക്കണം എന്ന് പറയും. അതായത് നിങ്ങൾക്കൊരു മാസം എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വരുമാനം കിട്ടുന്ന ജോലിയിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ ഒക്കെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ, അല്ലെങ്കിൽ ഒരു ജോലി നഷ്ടം വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ജീവിച്ച് പോകേണ്ട ഒരു കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. വീട്ടു ചെലവുകൾ അല്ലെങ്കിൽ റെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ അത് ഇപ്പോൾ എക്സിസ്റ്റിങ് എന്തെങ്കിലും ഫീസ് അടയ്ക്കാനുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും EMI ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള തുക എല്ലാം കൂടി എത്രയാണോ അത് മിനിമം ഒരു 6 മാസത്തേക്കുള്ള തുക നിങ്ങൾ മാറ്റിവെക്കുക. ഇതാണ് നമ്മൾ എമർജൻസി ഫണ്ട് പറയാറുള്ളത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ഉള്ള എമർജൻസി ഫണ്ട് കൂടാതെ ഇപ്പം നിങ്ങളൊരു ഹോം ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ ഈ എമർജൻസി ഫണ്ട് ശരിക്കും പോരാതെ വരും. നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾ ഒരു EMI എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഓരോരുത്തരും എടുക്കാൻ പോകുന്ന EMI വ്യത്യസ്തമായിരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളൊരു ഹോം ലോൺ എടുക്കുകയാണ്, ഒരു EMI വരുന്നത് 30,000 റുപ്പീസ് ആണെങ്കിൽ നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്കുള്ള തുക നിങ്ങളത് എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പം ആ ഒരു എമർജൻസി ഫണ്ട് ഒരു വർഷത്തേക്കുള്ളത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊരു എക്സിസ്റ്റിംഗ് ഉള്ള നിങ്ങളൊരു നോർമൽ എമർജൻസി ഫണ്ട് കൂടാതെ ഹോം ലോൺ EMIയുടെ എമർജൻസി ഫണ്ട് നിങ്ങൾ വേറെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിപ്ലിനായിട്ട് നിങ്ങൾ EMI അടച്ചു പോകണം. അതുകൂടാതെ ഇപ്പോൾ ചില ടൈമിൽ റേറ്റ്സ് റിവൈസിൽ കാര്യങ്ങൾ വരും. ഇപ്പോൾ ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും, ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാം. അപ്പോൾ ഇങ്ങനെ കൂടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു വർഷത്തേക്ക് മാറ്റി വെച്ചിട്ടുള്ള എമർജൻസി ഫണ്ടിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു 6 മാസത്തേക്കുള്ള ഒരു തുക എടുത്തിട്ട് വേണമെങ്കിൽ അന്ന് നിങ്ങളുടെ ലോണിലേക്ക് പ്രിൻസിപ്പളിലേക്ക് ടോപ്പ് എന്നുള്ള രീതിയിലേക്ക് അടയ്ക്കുക. അപ്പോൾ ഏത് സമയത്തും ഒരു 6 മാസത്തേക്കുള്ള EMI തുക നിങ്ങളുടെ എമർജൻസി ഫണ്ടിൽ കമ്പൽസറി കീപ്പ് ചെയ്യുക. ബാക്കിയുള്ളത് ഒരു നിങ്ങൾക്ക് എക്സ്ട്രാ വെക്കാൻ പറ്റിയാൽ നല്ലത്. ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 6 മാസത്തേക്കുള്ള തുക എപ്പോഴും EMI എത്രയാണോ, ഇപ്പോൾ 30,000 ആണെങ്കിൽ 1,80,000 മിനിമം എമർജൻസി ഫണ്ടിൽ ഹോം ലോണിന് വേണ്ടിയിട്ടുള്ള എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞിട്ട് മിനിമം അത്രയും. അതെ, ബാക്കി എക്സ്പെൻസ് വീട്ടു ചെലവുകളോ കാര്യങ്ങൾക്കുള്ള ഒരു എമർജൻസി ഫണ്ട് കൂടാതെ ഇതിന് വേറെ തന്നെ ഒരു അലോക്കേഷൻ എപ്പോഴും കരുതി വയ്ക്കാൻ നോക്കുക. കാരണം ഒരു ജോലി നഷ്ടം വരുന്നു, അപ്പോൾ അന്ന് നിങ്ങൾക്ക് ഈ ഒരു EMI അടയ്ക്കാൻ പറ്റണില്ലാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ EMI നിങ്ങളുടെ അത് എക്സ്ട്രാ ആഡായിട്ട് വരും. അതിനും കൂടിയും പലിശ കൂടുതലായിട്ട് പിന്നത്തെ മാസം വരും. അപ്പോൾ ഇത് ഇങ്ങനെ അടുപ്പിച്ച് കുറച്ച് ഇതുകളായി കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങളുടെ സിബിൽ സ്കോറിലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ഫ്യൂച്ചറിലും മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഒരു ലോൺ എടുക്കേണ്ട ഒരു ആവശ്യകത വന്നാൽ ഇത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായതുകൊണ്ട് നമുക്കത് ചിലപ്പോൾ റിജക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസ് നമ്മൾ മുൻകൂട്ടി ഒന്ന് പ്രിപ്പയർഡ് ആയിട്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്കത് കുഴപ്പമില്ലാതെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഹോം ലോൺ എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എത്ര ഇൻട്രസ്റ്റിനാണ് എടുത്തത് എന്നുള്ളത് നോക്കുക. എല്ലാ വർഷവും നിങ്ങളൊരു ഹോം ലോണിൻ്റെ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്യുക. എത്രയാണ് ഇൻട്രസ്റ്റ് എടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒന്ന് റീഅലൈൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ റീഅലൈൻ ചെയ്തു പോകുക.